ഇന്ന് മെയിനായിട്ട് കൊഴുവയാണ് കിട്ടിയത്. കൊഴുവ നത്തോലി എന്നൊക്കെ പറയും. ഞങ്ങളുടെ അവിടെ ഇനി കൊഴുവ എന്നാണ് പറയുന്നത്. ഇവിടെ കൂടുതൽ നത്തോലി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും പേരും കൂടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരുവിധം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൊരു വെള്ള കളർ സാധനം വരും. അത് പോകാനായിട്ട് ഞാൻ ഉപ്പിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മ എന്ത് മീൻ നന്നാക്കിയാലും ഇങ്ങനെ കല്ലുപ്പിട്ട് ഇങ്ങനെ തിരുമ്മി എടുക്കാറുണ്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് പോകാനായിട്ട്. ഞാൻ അതുകൊണ്ട് ഈ മീൻ മാത്രമാണ് ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കുന്നുള്ളൂ. കല്ലുപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പൊടിയുപ്പിട്ടാണ് ഇങ്ങനെ തിരുമ്മി എടുത്തത്. അങ്ങനെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തത്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കയ്യിലും ആ വെള്ള കളർ സംഭവം ഇങ്ങനെ നെയ് പോലെ പിടിച്ചിരിക്കും. അത് ഞാൻ നല്ലപോലെ ഹാൻഡ് വാഷ് ഇട്ട് കഴിക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം കഴുകിയ പിന്നെയാണ് അതൊന്ന് പോയത്. അങ്ങനെ കൈയൊക്കെ നല്ല തേച്ചുരുമ്പ് ഞാൻ കഴുകി. അകത്ത് വെച്ച് തന്നെ ഞാൻ മീൻ നന്നാക്കി എടുത്തോണ്ട് സിങ്കിനൊക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നല്ലപോലെ ലോഷനൊക്കെ ഒഴിച്ച് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തറ ഉടയ്ക്കുന്ന ലോഷൻ വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ചും കൂടി എടുത്തു തന്നിട്ടും സ്മെല്ല് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ നേരം മീനും കൊണ്ട് അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് മീൻകറി വെക്കാൻ. തേങ്ങ അരച്ചാണ് മീൻകറി വെക്കുന്നത്. അതാണെങ്കിൽ രാത്രിത്തേക്കും ഇത് എന്നെ മതിയാവും. പിന്നെ കളർ കുറവാന്ന് തോന്നുമ്പോൾ പിന്നെ അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ ആവശ്യത്തിന് രണ്ട് ഉപ്പും കൂട്ടിയിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചു ഞാൻ തിളയ്ക്കാനായിട്ട്. അങ്ങനെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ അതിനകത്തേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനും കൂടിയിട്ട് ഞാൻ പതിയെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ആകെ പൊടിഞ്ഞു പോകും. ഞാൻ അടുക്കളയിൽ വെക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഇതായിരിക്കും പരിപാടി. കൊച്ചിനെ നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ അതൊക്കെ മീൻകറിയൊക്കെ റെഡി വന്നാൽ ഞാൻ അതൊക്കെ താളിച്ച് മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഞാൻ മീൻ വറുക്കാനായിട്ട് നിന്നു. ഞാൻ 2 ബാച്ചായിട്ട് നിന്നാണ് മീൻ വറുത്തെടുത്തത്. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഇതേ മീൻ പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇതൊക്കെ ഇടുന്ന കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇക്ക് മീൻ വറുക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരിവേപ്പില ഇട്ടാണ് വറുക്കാറ്. അങ്ങനെ മീനൊക്കെ വറുത്ത് തന്നപ്പോഴത്തേക്കും അതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നതും കൂടിയുണ്ട്.